ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996 വർഷത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടി വിജയം കൈവരിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 1996 ആകെ 15 ചിത്രങ്ങളായിരുന്നു സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഒഫീഷ്യൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങൾ. സൂപ്പർ താര ചിത്രങ്ങൾക്ക് കാലിടറിയപ്പോൾ ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾക്കും ജയറാം ചിത്രങ്ങൾക്കും മാത്രമാണ് 96 കൂടുതൽ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 1996 ജനുവരി മാസത്തിൽ ഒരു ചിത്രമാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 96 ജനുവരിയിലെ ഏക ഹിറ്റ് ചിത്രമായിരുന്നു ജനുവരി 19 തിയേറ്ററുകളിലെത്തിയ കുടുംബ കോടതി. ഇന്നസെന്റിനെ നായകനാക്കി വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപും തരക്കേടില്ലാത്തൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. രുദ്രയും മോഹിനിയും നായികമാരായെത്തിയ ഈ ചിത്രത്തിൽ അശോകൻ, ഹരിശ്രീ അശോകൻ, കലാഭവൻ സൈനുദ്ദീൻ, ഇന്ദ്രൻസ്, ജഗതി ശ്രീകുമാർ, കൽപ്പന തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശശിധരൻ ആറാട്ട് വഴി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം കോമഡിയുടെ മേമ്പൊടിയിൽ പൊതിഞ്ഞ കുടുംബ ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം 96 ആദ്യത്തെ ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമാണ്. ചിത്രം ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. 96 ഫെബ്രുവരിയിൽ ഒരു ചിത്രമാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 96 ഫെബ്രുവരിയിലെ ഹിറ്റ് ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ അഴകിയ രാവണൻ. മഴയത്തു മുമ്പേ എന്ന സൂപ്പർ ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി കമലിന്റെ സംവിധാനത്തിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ അഴകിയ രാവണൻ ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന ചിത്രമായിരുന്നു. മുരളി ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം ഫെബ്രുവരി 9 തിയേറ്ററുകളിലെത്തിയത്. ഈ ചിത്രത്തിൽ ഭാനുപ്രിയായിരുന്നു നായിക. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാതന്തു ആയതുകൊണ്ടും മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടിയ അഴകിയ രാവണൻ അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. ശ്രീനിവാസൻ, ബിജു മേനോൻ, രാജൻ പി ദേവ്, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 96 മാർച്ചിൽ 2 ചിത്രങ്ങളായിരുന്നു സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 96 അടുത്ത ഹിറ്റ് ചിത്രമാണ് മാർച്ച് 8 തിയേറ്ററുകളിലെത്തിയ കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ. ജോസ് തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ലോ ബഡ്ജറ്റിലെടുത്ത ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ജനാർദ്ദനൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ വിജയരാഘവനും ബിജുമേനോനുമായിരുന്നു നായകതുല്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഫാമിലി ആക്ഷൻ എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. ലാലു അലക്സ്, ഷമ്മി തിലകൻ, ഹരിശ്രീ അശോകൻ, മാധു തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ കലൂർ ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 96 മാർച്ചിലെ അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു സല്ലാപം. ദിലീപ്, മഞ്ജു വാര്യർ, മനോജ് കെ ജയൻ തുടങ്ങിയവരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാക്കി സുന്ദർദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം മാർച്ച് 29 തിയേറ്ററുകളിലെത്തിയിരുന്നത്. ഗ്രാമീണ നൈർമല്യം തുളുമ്പുന്ന ഈ ത്രികോണ പ്രേമകഥ AK ലോഹിദാസിന്റെ മനോഹരമായ തിരക്കഥയിൽ ഒരുങ്ങിയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. വിഷു, മധ്യവേനൽ സീസൺ എന്നിവയ്ക്ക് മുന്നോടിയായി തിയേറ്ററുകളിലെത്തിയ സല്ലാപം മികച്ച മൗത്ത് പബ്ലിസിറ്റിയിൽ ABC സെന്റർ എന്ന വ്യത്യാസമില്ലാതെ മികച്ച വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മനോജ് കെ ജയന്റെയും സ്റ്റാർ വാല്യൂ കുത്തനെ ഉയർത്തിയ സല്ലാപം പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 150 ദിവസത്തിനടുത്താണ് പ്രദർശിപ്പിച്ചത്. ഈ ചിത്രം ജോൺസന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. 96 ഏപ്രിലിൽ 2 ചിത്രങ്ങളാണ് ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചത്. 96 ഏപ്രിലിലെ ആദ്യത്തെ ഹിറ്റ് ചിത്രമായിരുന്നു മോഹൻലാലിന്റെ കാലാപാനി. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ബിഗ് ബഡ്ജറ്റ് പീരിയഡ് ഡ്രാമ ചിത്രം ഏപ്രിൽ 6 വിഷുവിനോടനുബന്ധിച്ചായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. മോഹൻലാൽ ഗോവർദ്ധൻ എന്ന കഥാപാത്രമായി ഗംഭീര അഭിനയം കാഴ്ചവെച്ച കാലാപാനി വമ്പൻ ഇനീഷ്യലും മികച്ച കളക്ഷനുമായി വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് കരസ്ഥമാക്കിയത്. പ്രണവ് മാർസും ഷോഗൺ ഫിലിംസും ചേർന്ന് നിർമ്മിച്ച കാലാപാനിയിൽ താബു ആയിരുന്നു നായിക. T ദാമോദരനും പ്രിയദർശനും തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ തമിഴ് നടൻ പ്രഭു, നെടുമുടി വേണു, ശ്രീനിവാസൻ, അമരീഷ് പുരി, വിനീത്,
കൊച്ചിൻ ഹനീഫ, മണിയൻപിള്ള രാജു തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മോഹൻലാലിന് 95-ലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത കാലാപാനിയുടെ സംഗീത സംവിധാനം ഇളയരാജയായിരുന്നു നിർവഹിച്ചത്. 96-ലെ അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ ഹിറ്റ്ലർ. സൂപ്പർ ഹിറ്റ് സംവിധാന ജോഡികളായ സിദ്ദിഖ് ലാൽ ആദ്യമായി വഴിപിരിഞ്ഞ് സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ലാലിന്റെ നിർമ്മാണത്തിലൊരുങ്ങിയ ഈ ചിത്രം അതുവരെ ഉണ്ടായിരുന്ന സകലവിധ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് മെഗാ വിജയമാണ് നേടിയത്. മമ്മൂട്ടി ഹിറ്റ്ലർ മാധവൻകുട്ടിയായി അരങ്ങ് തകർത്ത ഈ കോമഡി ഫാമിലി എൻ്റർടൈനർ കുടുംബ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചതാണ് ഐതിഹാസിക വിജയം നേടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ മുകേഷ്, ജഗദീഷ്, വാണി വിശ്വനാഥ്, സുചിത്ര, ചിപ്പി, ശ്രീരാമൻ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഹിറ്റ്ലർ പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 150 ദിവസത്തിനടുത്താണ് പ്രദർശിപ്പിച്ചത്. ലാൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഏപ്രിൽ 12-ന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിന്റെ തിരക്കഥ സംവിധായകനായ സിദ്ദിഖ് തന്നെയായിരുന്നു നിർവഹിച്ചത്. SP വെങ്കടേഷിന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് ഏറെ സ്വാധീനം ചെലുത്തി. 96 മെയ്യിൽ ഒരു ചിത്രം പോലും സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ല. 96 ജൂണിൽ ഒരു ചിത്രമാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 96 ജൂണിലെ ഹിറ്റ് ചിത്രമായിരുന്നു ജൂൺ 14-ന് റിലീസ് ചെയ്ത കോമഡി എന്റർടൈനർ കിരീടമില്ലാത്ത രാജാക്കന്മാർ. ജഗദീഷ്, കലാഭവൻ മണി, ജഗതി, പ്രേംകുമാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം കലാഭവൻ അൻസാറായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. നിരവധി കോമഡി രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ലോ ബഡ്ജറ്റിലെടുത്ത ഈ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷൻ നേടി സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിച്ച ചിത്രമായിരുന്നു. ആനി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഇന്നസെന്റും സിൽക്ക് സ്മിതയും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സംവിധായകനായ കലാഭവൻ അൻസാർ തന്നെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 96 ജൂലൈയിൽ ഒരു ചിത്രം പോലും ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിച്ചില്ല. 96 ഓഗസ്റ്റിൽ 2 ചിത്രങ്ങളാണ് ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയത്. 96 ഓഗസ്റ്റിലെ ആദ്യത്തെ ഹിറ്റ് ചിത്രമായിരുന്നു ജയറാം നായകനായി എത്തിയ തൂവൽ കൊട്ടാരം. സത്യനന്ദിക്കാടിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ കോമഡി ഫാമിലി എൻ്റർടൈനർ ചിത്രം ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായിരുന്നു. മഞ്ജു വാര്യരും സുകന്യയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ ദിലീപും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. ഓണത്തിനിറങ്ങിയ വമ്പൻ സൂപ്പർ താര ചിത്രങ്ങളുമായി ഏറ്റുമുട്ടി മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ വമ്പൻ വിജയമായിരുന്നു തൂവൽ കൊട്ടാരം നേടിയത്. AK ലോഹിദാസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ തൂവൽ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചത്. ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 23-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം റിലീസ് സെന്ററുകളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയ ചിത്രമായിരുന്നു. ഈ ചിത്രം ജോൺസന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ഓഗസ്റ്റിലെ അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 27-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ദില്ലിവാല രാജകുമാരൻ. ജയറാം നായകനായി എത്തിയ ഈ ചിത്രം രാജസേനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഒരു കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ഈ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയത്. ജയറാമിന്റെ അക്കാലത്തെ മാർക്കറ്റ് വാല്യൂവും തരക്കേടില്ലാത്ത ചിത്രം എന്ന പേരും ഓണം സീസണിന്റെ അഡ്വാൻറ്റേജും കാരണം മികച്ച കളക്ഷൻ നേടിയ ദില്ലിവാല രാജകുമാരൻ അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. അനുപമ സിനിമ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് റാഫി മെക്കാട്ടിനായിരുന്നു. ബിജു മേനോൻ, ശ്രീവിദ്യ, കലാഭവൻ മണി തുടങ്ങിയവരും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിനോടടുത്താണ് പ്രദർശിപ്പിച്ചത്. 96 സെപ്റ്റംബറിൽ ഒരു ചിത്രമാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. സെപ്റ്റംബറിലെ വിജയ ചിത്രമായിരുന്നു ജയറാം തന്നെ നായകനായി എത്തിയ അരമന വീടും 500 ഏക്കറും. സെപ്റ്റംബർ 18-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം അനിൽ ബാബു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഒരു മുഴുനീള കോമഡി എന്റർടൈനറായ അരമന വീടും 500 ഏക്കറും എന്ന ചിത്രത്തിൽ ശോഭനയായിരുന്നു ജയറാമിന്റെ നായികാവേഷം കൈകാര്യം ചെയ്തത്. ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, ബോബി കൊട്ടാരക്കര, KPSC ലളിത തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം രാജൻ കിരിയത്തും ബിനു കിരിയത്തും ചേർന്നായിരുന്നു നിർവഹിച്ചത്.
ജയറാമിൻ്റെ സ്ഥിരം കോമഡി ചിത്രങ്ങളുടെ അതേ ടെംപ്ലേറ്റിലെടുത്ത ചിത്രമായതുകൊണ്ട് തന്നെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നും ഇല്ലാതിരുന്നിട്ടും മാർക്കറ്റ് വാല്യൂ കൊണ്ട് മാത്രം സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു അരമന വീടും 500 ഏക്കറും. 96 ഒക്ടോബറിൽ 2 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. 96 ഒക്ടോബറിലെ ആദ്യ ഹിറ്റ് ചിത്രമായിരുന്നു ദേശാടനം. യാതൊരു അവകാശവാദങ്ങളും കോലാഹലങ്ങളും ഇല്ലാതെ വളരെ കുറച്ച് സെൻറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്ത ദേശാടനം മികച്ച മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വമ്പൻ വിജയം നേടിയതാണ് 96ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജയരാജിൻ്റെ സംവിധാനത്തിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ പൂർത്തിയാക്കിയ ഈ ചിത്രത്തിൽ വിജയരാഘവനായിരുന്നു നായകവേഷം കൈകാര്യം ചെയ്തത്. ന്യൂ ജനറേഷൻ സിനിമയുടെ ബാനറിൽ സംവിധായകനായ ജയരാജ് തന്നെ നിർമ്മിച്ച ഈ ചിത്രം ഒക്ടോബർ 11-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. എ ക്ലാസ് സെൻറ്ററുകളെ കൂടാതെ BC സെൻറ്ററുകളിലും മികച്ച വിജയം നേടിയ ഈ ചിത്രം അക്കാലത്ത് 1 കോടിക്ക് മുകളിൽ ലാഭം നേടിയ ചിത്രം കൂടിയായിരുന്നു. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിൽ മിനി നായർ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൈതപ്രത്തിൻ്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ മികച്ച ഗാനങ്ങളും ചിത്രത്തിന് ഏറെ മൈലേജ് നൽകി. 96 ഒക്ടോബറിലെ അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു ദിലീപ് നായകനായി എത്തിയ കല്യാണ സൗഗന്ധികം. വിനയൻ സംവിധാനം ചെയ്ത ഈ മുഴുനീള കോമഡി ഫാമിലി എൻ്റർടൈനറിൽ ദിലീപ് മുഴുനീള നായകവേഷമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ദിവ്യ ഉണ്ണി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, ജഗതി, ഹരിശ്രീ അശോകൻ, ക്യാപ്റ്റൻ രാജു, കലാഭവൻ മണി, ചിപ്പി, KPSC ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഹാസ്യ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ കല്യാണ സൗഗന്ധികം ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി. അതുകൊണ്ട് തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു കല്യാണ സൗഗന്ധികം. സോളോ ഹീറോ ആയി ദിലീപിന് ലഭിച്ച ആദ്യത്തെ ഹിറ്റ് ചിത്രമായ കല്യാണ സൗഗന്ധികത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും ജെ പള്ളാശ്ശേരിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച 3 മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. 96 നവംബറിൽ ഒരു ചിത്രമാണ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. 96 നവംബറിലെ ഹിറ്റ് ചിത്രമായിരുന്നു നവംബർ 1-ാം തീയതി തിയേറ്ററുകളിലെത്തിയ സ്വർണ്ണ കിരീടം. 90കളിലെ യുവതാര നിരയിൽ ഏറെ ശ്രദ്ധേയനായ മനോജ് കെ ജയൻ നായകനായി എത്തിയ ഈ ചിത്രം VM വിനു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷനിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു സ്വർണ്ണ കിരീടം. വാണി വിശ്വനാഥ് നായികയായ ഈ ചിത്രത്തിൽ കലാഭവൻ മണിയും മനോജ് കെ ജയന്റെ സന്തത സഹചാരിയുടെ വേഷത്തിലെത്തിയിരുന്നു. കലൂർ ഡെന്നിസ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ സ്വർണ്ണ കിരീടം ആശീർവാദ് പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചത്. ലാലു അലക്സ്, പടികൻ ജോർജ്, NF വർഗീസ്, സത്താർ, മാമുക്കോയ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം വിജയം നേടിയത് മനോജ് കെ ജയന് 96-ൽ ഏറെ നേട്ടമായി. നവംബർ 1-ാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. 96 ഡിസംബറിൽ 2 ചിത്രങ്ങളാണ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. 96 ഡിസംബറിലെ ആദ്യ ഹിറ്റ് ചിത്രമായിരുന്നു ജയറാം നായകനായി എത്തിയ കളിവീട്. ഡിസംബർ 19-ാം തീയതി ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മഞ്ജു വാര്യർ ജയറാമിൻ്റെ നായികയായി എത്തിയ ഈ ചിത്രം ഒരു കോമഡി ഫാമിലി എൻ്റർടൈനർ ആയിരുന്നു. ജഗദീഷ്, ഇന്നസെൻറ്റ്, വാണി വിശ്വനാഥ്, സുനിത, കൊച്ചിൻ ഹനീഫ, കൽപ്പന തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം തരക്കേടില്ലാത്ത കുടുംബചിത്രമെന്ന പേര് നേടുക വഴി ക്രിസ്മസ് സീസണിൻ്റെ അഡ്വാൻറ്റേജിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. ശശിധരൻ ആറാട്ട് വഴി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം രോഹിത് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് പണിക്കരായിരുന്നു നിർമ്മിച്ചത്. മോഹൻ സിത്താരയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 96 ഡിസംബറിലെ അവസാനത്തെ ഹിറ്റ് ചിത്രമായിരുന്നു ദിലീപ് നായകനായി എത്തിയ ഈ പുഴയും കടന്ന്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഡിസംബർ 20-നായിരുന്നു തിയേറ്ററുകളിലെത്തിയത്. ഈ റൊമാൻറ്റിക് ഫാമിലി ഡ്രാമ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു ദിലീപിന്റെ നായികാവേഷം കൈകാര്യം ചെയ്തത്. കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ പുഴയും കടന്ന് ക്രിസ്മസ് സീസണിൽ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ മികച്ച കളക്ഷനായിരുന്നു നേടിയത്. അതുകൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു ഈ പുഴയും കടന്ന്. കമലിൻ്റെ കഥയ്ക്ക് ശത്രുഘ്നൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രം ഹരിശ്രീ ഫിലിംസ് ഇന്റർനാഷണൽ ആയിരുന്നു നിർമ്മിച്ചത്. ജോൺസന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു.
ആകെ സമ്മറി നോക്കുമ്പോൾ 96-ലെ ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങളിൽ ഇൻഡസ്ട്രി ഹിറ്റായ ഹിറ്റ്ലർ അടക്കം 3 ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ 3 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റും 9 ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസും നേടി. ഇതിൽ മമ്മൂട്ടി 2 ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായപ്പോൾ ദിലീപ് 5 ചിത്രങ്ങളുടെയും ജയറാം 4 ഹിറ്റ് ചിത്രങ്ങളുടെയും ഭാഗമായി. ഇത്രയുമാണ് 96-ലെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.